ഹരി ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണന്റെ ഉപദേശങ്ങൾ സശ്രദ്ധം കേട്ടുകൊണ്ടിരിക്കുന്ന അർജുനൻ ഒരു സംശയം ചോദിക്കുകയാണ്. ഭഗവാനെ, ഒരു സംശയം ചോദിച്ചു കൊള്ളട്ടെ. സമാധിയിൽ നിശ്ചല ബുദ്ധി സിദ്ധിച്ചവൻ സ്ഥിതപ്രജ്ഞനാണെന്ന് അവിടുത്തെ അരുളപ്പാടിൽ നിന്ന് മനസ്സിലായി. ഈ സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം എന്തായിരിക്കും? അയാൾ എന്തു സംസാരിക്കും? എങ്ങനെയിരിക്കും? എങ്ങനെ നടക്കും? അർജുനൻ്റെ ഈ ചോദ്യത്തിന് ഭഗവാൻ കൃഷ്ണൻ കൊടുക്കുന്ന മറുപടി: അർജുന, സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം പറഞ്ഞു തരാം, കേൾക്കൂ. പരശതം ഭോഗേച്ഛകൾ വാസന വഴി മനസ്സിലെത്തിയിട്ടുണ്ട്. അവ നിലനിൽക്കുന്നിടത്തോളം കാലം സമാധാനമില്ലാതെ മനസ്സ് കലുഷമായിരിക്കും. അതുകൊണ്ട് ആ ഭോഗേച്ഛകളെയെല്ലാം ഒന്നോടെ ദൂരെ അകറ്റിക്കളയണം. അപ്പോൾ മനസ്സ് വൃത്തികളടങ്ങി ശാന്തവും പ്രസന്നവുമാകും. ഉടനെ ആനന്ദപൂർണമായ ആത്മതത്വത്തിൻ്റെ ആഭിമുഖ്യം അവിടെ അനുഭൂതി വിഷയമായി തീരും. അങ്ങനെ സ്വസ്വരൂപജ്ഞാനത്തിൻ്റെ അനുഭൂതി മേഖലയിൽ സംതൃപ്തനായി വിശ്രമം കൊള്ളുകയാണ്. തന്നിൽ എല്ലാറ്റിനെയും എല്ലാറ്റിലും തന്നെയും കണ്ട് സന്തുഷ്ടനായിരിക്കുകയാണ് സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം. ദുഃഖങ്ങൾ പലവിധമുണ്ടാകുമല്ലോ. രോഗങ്ങളിൽ നിന്ന്, കള്ളന്മാർ, ശത്രുക്കൾ, ഇവരിൽ നിന്ന്, മഴ, വെയിൽ മുതലായവയിൽ നിന്ന്, ഇങ്ങനെയൊക്കെ അതുപോലെ തന്നെ എന്തെല്ലാം സുഖങ്ങൾ വന്നുകൂടിയാലും അവയുടെ അനുഭവത്തിൽ ആഗ്രഹമില്ലാതാവുക, ബാഹ്യവസ്തുക്കളിൽ അല്പവും പ്രീതി വയ്ക്കാതെ സകല ഭയവും ഒഴിഞ്ഞ് ശാന്തനായിരിക്കുക, ഇതും സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം തന്നെ. അദ്ദേഹത്തിൻ്റെ സംഭാഷണം മൗനം മാത്രമായിരിക്കും. ഇനി സമാധിയിലുറച്ച ബുദ്ധിയുടെ സ്വഭാവം പ്രത്യേകം വിവരിച്ചു കൊടുക്കുന്നു. സ്വന്തമെന്ന് അഭിമാനിക്കാവുന്ന യാതൊന്നിലും പ്രതിപത്തി കൂടാതിരിക്കും. നന്മ വരുമ്പോൾ സന്തോഷിക്കുകയോ തിന്മയെ വെറുക്കുകയോ ചെയ്യുകയില്ല. ഇങ്ങനെയുള്ള ബുദ്ധി ഉറച്ചതാണെന്ന് മനസ്സിലാക്കണം. ശരീരം അതിൻ്റെ സംരക്ഷണത്തിന് ആർജിച്ചിട്ടുള്ള ധനധാന്യാദികൾ, ഇവയിലെല്ലാം സ്വന്തമെന്ന അഭിമാനവും പ്രത്യേക പത്തിയുമുണ്ടാവുക സാധാരണമാണ്. എന്നാൽ സമാധിയിൽ ഉറച്ചുപോയ ബുദ്ധിയുള്ളവന് ഇപ്പറഞ്ഞവയെപ്പറ്റി യാതൊരു പ്രതിപത്തിയും കാണുകയില്ല. കൂടാതെ നന്മ വന്നാലും ശരി, തിന്മ വന്നാലും ശരി, ഇവ രണ്ടും അയാളുടെ ബുദ്ധിക്ക് ഒന്നു തന്നെ. നന്മയിലും തിന്മയിലും ഇളകുകയില്ലെന്ന് സാരം. സ്ഥിതപ്രജ്ഞൻ്റെ ബുദ്ധിലക്ഷണ വിഷയകമായ വിവരണം തുടരുന്നു. അർജുന, മേൽപ്പറഞ്ഞ വിധം സമാധിയിൽ ഉറച്ചുപോയ ബുദ്ധിക്ക് വിഷയവ്യാപാരമില്ലെന്ന് ശങ്കിക്കരുത്. ഒരു പ്രത്യേക രീതിയിലായിരിക്കും അതിൻ്റെ വ്യാപാര സ്വഭാവം. ആമ ആവശ്യമുള്ളപ്പോൾ അവയവങ്ങളെ പുറത്തേക്കെടുക്കുകയും എന്തെങ്കിലും വൈഷമ്യം നേരിടുമെന്ന് കാണുമ്പോൾ അകത്തേക്ക് വലിക്കുകയും ചെയ്യാറുണ്ടല്ലോ. അതുപോലെ സ്ഥിതപ്രജ്ഞന്റെ ബുദ്ധിയും യഥാസന്ദർഭം വിഷയങ്ങളിലേക്ക് ഇറങ്ങും. എന്നാൽ അവയുമായി അല്പമെങ്കിലും ബന്ധമുണ്ടാകുന്ന ലക്ഷണം കണ്ടാലുടൻ അകത്തേക്ക് വലിഞ്ഞു കളയും. ഇതാണ് യോഗിയുടെ, സ്ഥിതപ്രജ്ഞന്റെ ബുദ്ധിയുടെ വൈഷയികമായ വ്യാപാര സ്വഭാവം. ആത്യന്തിക ദുഃഖനിവൃത്തിക്ക്, യഥാർത്ഥ സുഖലാഭത്തിന് കാരണം ഇന്ദ്രിയ നിഗ്രഹമാണെന്ന് ഭഗവാൻ വ്യവസ്ഥാപനം ചെയ്യുന്നു. ഇന്ദ്രിയങ്ങൾ വശപ്പെട്ടു കഴിഞ്ഞാൽ അവയുടെ വിഷയവ്യാപാരം ദോഷകരമാവുകയില്ലെന്ന് ഭഗവാൻ സമർത്ഥിക്കുന്നു. ഇന്ദ്രിയങ്ങളുടെ പുറകെ മനസ്സിനെ വിട്ടാൽ ജീവിത ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയില്ലെന്ന് സദൃഷ്ടാന്തം പ്രസ്താവിക്കുന്നു. കോപം വന്നു കഴിഞ്ഞാൽ ഉടൻ കാര്യകാര്യ വിവേകം കെട്ടുപോകും. അതുമൂലം വിവേകഹാനി മൂലം ശാസ്ത്രങ്ങൾ പഠിച്ചും ഗുരുപദേശ വഴിക്കും സമ്പാദിച്ച അറിവ് ഓർക്കാനാകാതെ വരും. അങ്ങനെ ഓർമ്മ കെടുമ്പോൾ ബുദ്ധിക്ഷയം സംഭവിക്കും. ബുദ്ധി ക്ഷയിച്ചു പോയാൽ ജീവിതമേ നശിച്ചതായി. ബുദ്ധിയില്ലെങ്കിൽ ജീവിതമില്ല. ആഗ്രഹങ്ങളെല്ലാം ഒന്നോടെ ഉപേക്ഷിക്കണം. ഒന്നിനെപ്പറ്റിയും യാതൊരു ആശയം ഉണ്ടായിക്കൂടാ. എൻ്റേതെന്നും ഞാനെന്നുമുള്ള ഭാവം വിട്ടുകളയണം. ഈ സ്ഥിതിയിൽ വർത്തിക്കുന്ന മനുഷ്യന് നിശ്ചയമായും മനഃശാന്തി ഉണ്ടാകും.